ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പരിപാടിയാണ്. ഈ കാണുന്ന ടബ്ബിൽ നമ്മൾ കുറേ ആപ്പിൾ സ്നെയിലിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തീരെ ചെറിയ ആ ഒരു സൈസിൽ നിന്ന് കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ ഇനി വല്ലാതെ വലുതായി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടബ്ബ് പോരാതെ വരും. ഈ ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് അവർ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി പതുക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അതിനകത്തുള്ള ആപ്പിൾ സ്നെയിലിനെ മൊത്തം ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ പിടിച്ചിടാനാണ് പോണത്. അപ്പോൾ ഇവരെ പിടിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കാരണം ഈ ചെടിയൊക്കെ ഉള്ളതുകൊണ്ട് ചെടിയിലൊക്കെ കുറേ എണ്ണം പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ആ കാണുന്ന ടാങ്ക് കണ്ടില്ലേ, ആ ടാങ്കാണ് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ചെടികൾ വളർത്താനായിട്ട് ഇട്ടിട്ടുള്ളത്. അതിനകത്തുള്ള ആ ഒരു ചെടി മൊത്തത്തിൽ സ്പ്രെഡായിട്ടുണ്ട് നല്ല രീതിയിൽ. ഇവിടുന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഫുള്ളായിട്ട് അതിനകത്ത് ഗ്രീൻ കളർ കാണാം. അതായത് ആ ചെടി ഫുള്ളായിട്ട് നിറഞ്ഞ് സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഈ ചെടി വളർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ചെറിയ ടാങ്ക് ഉണ്ടാക്കിയത്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ആപ്പിൾ സ്നെയിലുകൾ എല്ലാത്തിനെയും നമ്മൾ അതിനകത്താണ് കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞാൻ ആ മുകളിൽ നിന്ന് കാണിച്ച ടാങ്ക്. അപ്പോൾ ഇതിനകത്ത് ചെടികളാണ് മെയിനായിട്ട് നമ്മൾ വളർത്തുന്നത്. നമ്മുടെ സാൽവീനി ചെടിയാണ്. ജയൻറ്റ് ഗൗരാമികൾക്ക് കൊടുക്കാനും അതുപോലെ ക്രേഫിഷുകൾക്ക് കൊടുക്കാനൊക്കെ നമ്മൾ ഈ ചെടിയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് നാൾ മുമ്പ് നല്ല രീതിയിൽ മഴ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗ്രോത്ത്, ഈ ചെടിയുടെ ഗ്രോത്ത് വളരെ സ്ലോ ആയിരുന്നു. ഇപ്പോൾ വെയിലൊക്കെ വന്നപ്പോൾ നല്ല രീതിയിൽ സ്പ്രെഡായിട്ടുണ്ട്. ഇതിനകത്ത് 7ഓളം വലിയ ആപ്പിൾ സ്നെയിലുകൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ മഴ പെയ്ത സമയത്ത് മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്ലച്ച് മുട്ടയുടെ ആ ഒരു പുറ്റ് ഞാൻ ഇൻഡോർ കൊണ്ടുപോയി വെച്ച് ഹാച്ച് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ ഇരുന്ന് മഴ നനഞ്ഞ് ചില പുറ്റുകളൊക്കെ കേടായിപ്പോയി, മുട്ടകളൊക്കെ കുറേ കേടായിപ്പോയി. അപ്പോൾ ഞാൻ ഇൻഡോർ കൊണ്ടുപോയി വെച്ച് വിരിയിച്ച കുഞ്ഞുങ്ങളാണ് നേരത്തെ ഞാൻ ടബ്ബിൽ കാണിച്ചു തന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാം നമ്മൾ കൊണ്ട് ഇടാൻ പോണത് നേരത്തെ കാണിച്ച ആ ഒരു ടാങ്കിലല്ല, ഈ കാണുന്ന ടാങ്കിലാണ്. ഇത് കുറച്ച് വലിയ ടാങ്കാണ്. പണ്ട് നമ്മൾ ചെറിയ പുലിവാഹകളെ വാങ്ങിയ സമയത്ത് ഇതിനകത്താണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പെട്ടെന്ന് സൺലൈറ്റ് അടിച്ച സമയത്ത് വെള്ളം ചൂടായപ്പോഴാണ് നമ്മൾ സ്നേക്ക് ഹെഡുകളെല്ലാം നമ്മൾ മുകളിലത്തെ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റിയത്. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ മീനുകളെ ഇട്ടിട്ടില്ല. ഈ ചെടി മാത്രമാണ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചെടികൾക്ക് വേണ്ട ന്യൂട്രിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇതിനകത്ത് മീനുകളൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. ഇനി നമ്മൾ ആപ്പിൾ സ്നെയിലുകൾ ഇടുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ചെറിയ സീബ്ര മത്സ്യങ്ങളെയും കൂടി വാങ്ങിച്ച് ഈ ഒരു ടാങ്കിൽ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ സീബ്രകളെ നമ്മൾ ചിലപ്പോൾ നേരത്തെ കാണിച്ച ആ ചെറിയ ടാങ്കിൽ നമ്മൾ ഇടും. കാരണം ചെറിയ മീനുകളായതുകൊണ്ട് അവർക്ക് ഈ സ്പേസിൽ കിടന്ന് നടക്കാനായിട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല. കാരണം മീനുകളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ഈ ചെടികൾ നല്ല രീതിയിൽ വളരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെടികളുടെ ഇലകൾ ചെറിയ രീതിയിൽ ഇങ്ങനെ ബ്രൗൺ കളറിൽ വരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഈ ആപ്പിൾ സ്നെയിലുകൾ കിടക്കുന്ന ടാങ്കുകളിൽ നമ്മൾ ഇതുപോലെ ചെറിയ മീനുകളെ ഇടാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആപ്പിൾ സ്നെയിലിൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഗോൾഡൻ കളറിൽ ചെറിയ സൈസിൽ കാണുന്നതാണ് ആപ്പിൾ സ്നെയിലിൻ്റെ കുഞ്ഞുങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആ മുട്ടകൾ ഇൻഡോർ കൊണ്ടുപോയി വെച്ച് ഹാച്ച് ചെയ്തതാണ്. അതിനുശേഷം കുഞ്ഞുങ്ങളെല്ലാം കൊണ്ട് ഞാൻ ഈ ഒരു ടബ്ബിൽ ഇടുകയാണ് ചെയ്തത്. ഇതിനകത്ത് ചെടികൾ ഇതുപോലെ ഫുള്ളായിട്ട് തിക്കായിട്ട് നിറഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവരെ കൊണ്ടുവന്ന് ഇടാനായിട്ടുള്ളൊരു പെർഫെക്റ്റ് സെറ്റപ്പായിരുന്നു. അതുകൊണ്ടാണ് എല്ലാത്തിനെയും കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടത്. പിന്നെ ഞാൻ മീനുകൾക്ക് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പെല്ലറ്റ് ഫുഡ് ഇതിനകത്തേക്ക് സിങ്ക് ചെയ്ത് ഇട്ട് കൊടുക്കാറുണ്ട്, എക്സ്ട്രാ തീറ്റയായിട്ട്. കാരണം ഈ ചെടികൾ മാത്രമേ ഇവർക്ക് ഫുള്ളായിട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം ചെറിയ സൈസ് ആയതുകൊണ്ട്. കുറച്ച് വലിയ സൈസ് ആയി കഴിഞ്ഞാൽ ഈ ഇലകളൊക്കെ അവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റും. പക്ഷേ ചെറിയ സൈസ് ആകുമ്പോൾ അവർ കഴിക്കും. ഈ അടിഭാഗത്ത് വേരിൻ്റെ ഭാഗത്തൊക്കെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവർ കഴിക്കും. അവർ കഴിക്കുന്നുമുണ്ട്. അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇലയുടെ മുകളിലൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അവർക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്നത്. അക്വേറിയം ഷോപ്പുകളിലൊക്കെ ഇവരെ വിൽക്കാറുണ്ട്. അത് ഒരു പീസിന് എനിക്ക് തോന്നുന്നു 20-30 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ പെറ്റ് ഷോപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്ന ഗോൾഡൻ ആപ്പിൾ സ്നെയിലുകൾ നമ്മൾ പാടത്തൊക്കെ കാണുന്ന ഇതേ ടൈപ്പ് സ്നെയിലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാടത്തൊക്കെ നമ്മൾ കാണുന്നത് ഇതേ ആപ്പിൾ സ്നെയിലുകൾ തന്നെയാണ്. എങ്കിലും അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഗോൾഡൻ, ഇതിൻ്റെ ഷെല്ല് ഫുള്ളായിട്ട് ഗോൾഡൻ യെല്ലോ കളറായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലെ ഒരു മാംസം, ഫ്ലഷ് എന്ന് പറയുന്നതും വൈറ്റ് കളറാണ്. അതേസമയം നമ്മൾ പാടത്തൊക്കെ കാണുന്നത് ഷേപ്പും കാര്യങ്ങളൊക്കെ ഇത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഷെല്ലിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അതുപോലെ തന്നെ ഉൾഭാഗത്ത് അതിൻ്റെ ഫ്ലഷ് അല്ലെങ്കിൽ മാംസം എന്ന് പറയുന്നതും ഡാർക്ക് ബ്ലാക്ക് കളറിലാണ്. പാടത്തും കുളങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു വെറൈറ്റി അത്ര ഭംഗിയില്ലാത്തത് കൊണ്ടാണ് അതിനെയൊന്നും നമ്മൾ ഫിഷ് കീപ്പിങ്ങിൽ യൂസ് ചെയ്യാത്തത്. ഇതിനെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ടാണ്. അതായത് ഗോൾഡൻ യെല്ലോ കളർ ഷെല്ലും പിന്നെ ഇതിൻ്റെ ഫ്ലഷ് മാംസവും വൈറ്റ് കളറാണ്, അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളർ എന്നൊക്കെ തന്നെ പറയാം. അതുകൊണ്ടാണ് ഈ ഒരു സ്നെയിൽ വെറൈറ്റി ഈ ഒരു ഫിഷ് കീപ്പിംഗ് ഫീൽഡിൽ ഇത്ര പോപ്പുലർ ആയിട്ടുള്ളത്. പിന്നെ ആൽഗയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇതിനെ യൂസ് ചെയ്യാറുണ്ട്. ഇത് ഓംനിവോറസ് ആണ്. ഇത് സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കും. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ടബ്ബ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഫ്രഷ് വെള്ളം അടിച്ച് നിറച്ച് നമ്മൾ ഇതിനകത്ത് കുറച്ച് ചെടികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് വളർന്ന് സ്പ്രെഡായിക്കോളും. ബാക്കി ഉണ്ടാകുന്ന ചെടികളെല്ലാം നമ്മൾ ജയൻറ്റ് ഗൗരാമികളുടെയും അതുപോലെ ക്രേഫിഷുകളുടെയും ടബ്ബുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ സ്നെയിലിൻ്റെ കുഞ്ഞുങ്ങളെയും നമ്മൾ പിടിച്ച് തൊട്ടടുത്ത് ആ ഒരു ചെറിയ കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഇവരെ കൊണ്ട് ആ ഒരു വലിയ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാരണം ഇവർ എണ്ണത്തിൽ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് പെട്ടെന്ന് വളർന്ന് വലുതാവാനായിട്ട് പറ്റുന്നത്. സ്പേസ് കുറഞ്ഞ സ്ഥലത്താണ് ഇവർ ഇടണമെന്നുണ്ടെങ്കിൽ ഭയങ്കര പ്രോബ്ലമാണ്. വെള്ളം പെട്ടെന്ന് മോശമാവും. അതുപോലെ തന്നെ ഇവരുടെ ഷെല്ലിനും കാര്യങ്ങളൊക്കെ കംപ്ലൈൻറ്റ് വരും. കാരണം ഇവർ പെട്ടെന്ന് വെള്ളം മോശമാക്കും. കാരണം ഇവരുടെ ആ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളം മോശമാവാറുണ്ട്. അപ്പോൾ അങ്ങനെ വെള്ളം അസിഡിക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഷെല്ല്
ഇങ്ങനെ ദ്രവിച്ച് ഷെല്ലിങ്ങനെ ഓട്ടയായി പോകാറൊക്കെ ഉണ്ട്. കണ്ടില്ലേ, കുറേ എണ്ണത്തിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിടിച്ച് മാറ്റാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ, കാരണം അടിഭാഗത്ത് നിറച്ച് അഴുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഞാൻ കുറച്ചിങ്ങനെ അരിച്ച് കളഞ്ഞ് ഫിൽറ്റർ ചെയ്തിട്ടൊക്കെയാണ് ഇവരെ എടുത്തു മാറ്റിയത്. മാത്രമല്ല ആ ഒരു ടബ്ബ് കുറച്ച് എന്താ പറയുക പൊട്ടാറായ പോലത്തെ ടബ്ബായിരുന്നു. പെട്ടെന്ന് നമ്മൾ എടുത്ത് മാറ്റാനോ ഇളക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. പുതിയ ടബ്ബ് നമ്മൾ വാങ്ങി വെച്ചതാണ്, പക്ഷേ കുറേ നാളതിങ്ങനെ പുറത്ത് ഇങ്ങനെ വെയിലൊക്കെ അടിച്ചിരുന്നപ്പോൾ ആ ടബ്ബിന് കംപ്ലയിൻറ്റ് വന്നതാണ്. അപ്പോൾ അതേ ഈ ഒരു പുറത്തെ ടാങ്കിലേക്ക് നമുക്ക് ഇവരെ ഇറക്കി വിടാം. നേരത്തെ കാണിച്ച ആ ഒരു വലിയ ടാങ്കില്ലേ, പുലിവാകൾ കിടന്ന ടാങ്ക് എന്ന് പറഞ്ഞില്ല, ആ ടാങ്കിലേക്കാണ് നമ്മളിപ്പോൾ ഇവരെ ഇറക്കി വിടുന്നത്. ഇതിനകത്ത് ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡായിട്ടുണ്ട്, ഈ ഒരു സാൽവീനിയ ചെടി. അപ്പോൾ ഇവർക്ക് കിടന്ന് നടക്കാനും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഈ ചെടികൾ തന്നെ അവർ ഫുഡായിട്ട് കഴിച്ചോളും. പിന്നെ നമ്മൾ ഇനി നാളെ തൊട്ട് നമ്മൾ പെല്ലറ്റ് ഫുഡും ഇതിനകത്ത് ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടികൾക്കും ആ ഒരു ഫുഡിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് വളരാം. അതുപോലെ തന്നെ ഇവർക്കും നമ്മുടെ പെല്ലറ്റ് ഫുഡും കഴിക്കാം, അതേസമയം തന്നെ ഈ ചെടികളും ഭക്ഷണമായിട്ട് കഴിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മീനുകൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, സീബ്ര പോലത്തെ മത്സ്യങ്ങളെ ഇതിനകത്തേക്ക്. എന്നിട്ട് നമ്മൾ കുറച്ച് ഭാഗം ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ആപ്പിൾ സ്നെയിലുകൾ മാത്രം നമ്മൾ ഇട്ട് കൊടുത്താലും ഈ ചെടികൾ വളരും, കാരണം ഇവരുടെ വേസ്റ്റ് ഉപയോഗിച്ച് വളമായിട്ട് ഉപയോഗിച്ചിട്ട് ഈ ചെടികൾ നല്ല രീതിയിൽ വളർന്നോളും. പക്ഷേ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഈ സ്നെയിലുകൾ പെട്ടെന്ന് വെള്ളം മോശമാക്കും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതേസമയം മീനുകളാണ് നമ്മൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം അത്രയും പെട്ടെന്ന് മോശമാവില്ല. നമ്മുടെ കയ്യിൽ ഈ ആപ്പിൾ സ്നെയിലുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് ചൂസ് ചെയ്തത്. കാരണം ഇവർ എണ്ണത്തിൽ നല്ല രീതിയിൽ നിങ്ങൾ കണ്ടല്ലോ, ഇതിനകത്ത് നിറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് അത്യാവശ്യം വലിയ സ്പേസ് തന്നെ വേണം, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ നെറ്റിന് സപ്പോർട്ടായി വെച്ച PVC പൈപ്പായിരുന്നു, നമ്മുടെ പൂച്ചകൾ ചാടി അത് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് റിപ്പയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിൾ സ്നെയിലുകളുടെ കുഞ്ഞുങ്ങളെ മൊത്തത്തിൽ നമ്മൾ ഈ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു ടാങ്കിലൊന്നും ചെയ്യാനില്ല, ഇടയ്ക്ക് വാട്ടർ ചേഞ്ച് കൊടുക്കുക, അത്രമാത്രമാണ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.